എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. SLC+1+2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത വന്നു. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. ഹൗ ടു ചെക്ക് +1 SLC+1+2 പബ്ലിക് എക്സാം റിസൾട്ട് 2025. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഡിഷയിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് SLCയുടെയും +1ൻ്റെയും +2ൻ്റെയും എന്തിന് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിൻ്റെ വരെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമോ? സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ പൊന്നുമക്കളെ ആഗ്രഹമില്ലാണ്ടല്ല. ബട്ട് ഒന്നാമത് ടൈമിൻ്റെ ലിമിറ്റേഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഒന്നാമത് ഇപ്പോൾ ഏപ്രിൽ മാസം 22-ാം തീയതി മുതൽ യൂണിവേഴ്സിറ്റി എക്സാം ആരംഭിക്കുകയാണ്, സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ. അപ്പോൾ അതിൻ്റെതായ പരീക്ഷയുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ തിരക്കിലാണ്. യൂണിവേഴ്സിറ്റി എക്സാമാണ്, എങ്ങനെയും സപ്ലി ഇല്ലാതെ പാസ്സാകണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളിലൊക്കെ ഇടയിലാണ് വീഡിയോ ചെയ്യുന്നത്. എന്നാലും വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാനായിട്ട് പറ്റുകയില്ല. അത് ഇപ്പോൾ SLCയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ശുഭപ്രതീക്ഷ നൽകുന്ന അപ്ഡേറ്റാണ്. SLCയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾ പോലും വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കും വിധം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നല്ല രീതിയിൽ വിജയവും നല്ല രീതിയിൽ നല്ല മാർക്കും A+കളും SLC നല്ല രീതിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അധ്യാപകരിൽ നിന്നും മനസ്സിലാകുന്നൊരു കാര്യം. തന്നെ ഒന്നാം ഘട്ട വാല്യുവേഷൻ ഇന്നലത്തോടു കൂടി അവസാനിച്ച് ഇന്ന് മുതൽ രണ്ടാം ഘട്ട വാല്യുവേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 12 മുതൽ രണ്ടാം ഘട്ട വാല്യുവേഷൻ ആരംഭിച്ചു. അത് 26 വരെ രണ്ടാം ഘട്ട വാല്യുവേഷൻ നടക്കും. അപ്പോൾ SLCയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? റിസൾട്ട് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ SLC പരീക്ഷാഫലം പുറത്തുവിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്കൊരു എക്സ്പെക്ട് മെയ് 7-8 വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാവും. SLC റിസൾട്ട് ചെക്ക് ചെയ്യാനായി നിരവധി വെബ്സൈറ്റുകളും കാര്യങ്ങളുണ്ട്. kite.kerala.gov.in, പരീക്ഷാഭവൻ.kerala.gov.in, അതുപോലെ തന്നെ iExamsൻ്റെ വെബ്സൈറ്റ് അല്ല, ഏത് വെബ്സൈറ്റ് നിങ്ങൾ കയറിയാലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യണം. സ്പീഡിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. കുറച്ച് മെല്ലെ പറഞ്ഞുകൂടെ സാർ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്, അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്നും കൂടെ കണ്ടാൽ മാത്രം മതിയാവും. എന്തായാലും SLC വാല്യുവേഷനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത്. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഒരു വിദ്യാർത്ഥിയെ കുഴപ്പിക്കുന്ന തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് തന്നെയാണ് +1ൻ്റെ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ +2ൻ്റെ കേസിലേക്ക് പോവുകയാണ്. കാരണം SLC റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ +2 റിസൾട്ടും ശേഷം മാത്രമാണ്, +2 പരീക്ഷാഫലത്തിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. അതിന് കാരണം എന്താണ്? SLC കഴിഞ്ഞ് +1 പോകണം, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോലുള്ള കോഴ്സുകൾ പോകുമ്പോൾ +2ൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ വാല്യുവേഷൻ ഒഴികെ ഉള്ള വിഷയങ്ങളുടെ എല്ലാ വാല്യുവേഷനും ലിബറലാണ്. ഡബിൾ വാല്യുവേഷനുള്ള കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള കുറച്ച് വിഷയങ്ങളുടെ പരീക്ഷയുടെ വാല്യുവേഷൻ മാത്രം ലിബറലല്ല. അല്ലാത്ത എല്ലാ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പും ലിബറലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ അപ്പോൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റായ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജിയോളജി, എക്കണോമിക്സ്, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ കൊമേഴ്സായ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള എല്ലാ വിഷയങ്ങളും ലിബറൽ വാല്യുവേഷനാണ്. സയൻസിലെ കെമിസ്ട്രി, ഫിസിക്സ് പോലെ, മാത്തമാറ്റിക്സ് ഒക്കെ പോലെ തന്നെ കുറച്ച് ഡബിൾ വാല്യുവേഷൻ ഉള്ള പേപ്പറുകൾ മാത്രമേ ലിബറൽ അല്ലാത്തുള്ളൂ. അതിന് കാരണം 2 അധ്യാപകരുടെ കയ്യിൽ കൂടി നിങ്ങളുടെ പേപ്പർ കടന്നു പോകും. 2 അധ്യാപകർ നിങ്ങളുടെ പേപ്പർ ഡീറ്റെയിൽഡ് വന്ന് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ 2 പേർ നോക്കുമ്പോൾ ലിബറൽ വാല്യുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ഇഷ്യൂ ആകും. അവിടെ 2 പേർക്കും, ഒരാളിപ്പോൾ നല്ല കൂടുതൽ മാർക്ക് ഇടും, ഒരാൾ ഇപ്പോൾ കുറച്ച് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കോംപ്ലിക്കേറ്റ് ഇഷ്യൂ. അതുകൊണ്ട് തന്നെ +2 ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡബിൾ വാല്യുവേഷനുള്ള സയൻസിലെ ഡബിൾ വാല്യുവേഷനുള്ള വിഷയങ്ങൾക്ക് മാത്രമേ ലിബറൽ അല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ വിഷയങ്ങളും ലിബറലാണ്. റിസൾട്ട് മെയ് 2nd വീക്ക് പ്രസിദ്ധീകരിക്കും. മെയ് 12 തന്നെ വരുമെന്നൊക്കെ നമുക്കിപ്പോൾ അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രീമിയർ വീഡിയോ അപ്ലോഡാണ്, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് kerala.results.nic.in, kite.kerala.gov.in എന്ന വെബ്സൈറ്റ്, ഏത് വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുക. DHSC റിസൾട്ട് 2025 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലിങ്ക് ഇവിടെ ഇല്ല. നിങ്ങൾ DHSC റിസൾട്ട് 2025 ലിങ്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇത് ചെയ്യുക, രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം. സ്പീഡിൽ പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. എന്തായാലും ഒന്ന് വിദ്യാർത്ഥികൾ ക്ഷമിക്കുക. എന്തായാലും ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് സ്പീഡിൽ പറഞ്ഞത്. ഇനി +1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ +1ൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല പ്രതികരണം തന്നെയാണ് അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ എന്താണ്
ഇപ്പം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം SLC പോലെ ഒരു വിജയ ശതമാനം +1 വിദ്യാർത്ഥികൾ എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം ഇപ്പം ഞാൻ +2 വിദ്യാർത്ഥികളുടെ അടുത്തത് പറയാതിരുന്നതാണ്, അവർക്കതറിയാവുന്ന അവരൊരു വർഷം കഴിഞ്ഞാണ്. പക്ഷേ +1 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് SLC കഴിഞ്ഞ് വന്നിട്ട് ആദ്യ ബാച്ചാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ SLC പോലൊരു വിജയ ശതമാനം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ +1 വിജയ ശതമാനം ഇല്ല, പക്ഷേ എന്നാലും SLC പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുട്ടികളിയായിട്ട് കാണരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല പണി കിട്ടും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് നല്ല ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല ശതമാനം വിജയം നേടും. ഇപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് സയൻസ് കൊമേഴ്സ് വിഷയങ്ങളെക്കുറിച്ച് അറിയത്തില്ല, കാരണം ഞാൻ ഹ്യൂമാനിറ്റീസാണ് പഠിച്ചത്. അപ്പം ഹ്യൂമാനിറ്റീസിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, പഠിച്ച വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ട്രീം തന്നെയാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. അപ്പം എനിക്ക് ഹ്യൂമാനിറ്റീസിനെ ബേസ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റുമ്പം നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിച്ചു പോകാൻ പറ്റും. നിങ്ങളൊന്ന് കുറേയും കൂടി അധികം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല മാർക്കോടെ പാസ്സാകും. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം മെയ് 28 പ്രസിദ്ധീകരിച്ചു. ഈ വർഷവും വിദ്യാർത്ഥികൾക്ക് മെയ് 28 കൂടി തന്നെ റിസൾട്ട് ലഭ്യമാകും. അത് നേരത്തെ തന്നെ വരും, അല്ലെങ്കിൽ സാധാരണ എല്ലാ വർഷങ്ങളും ജൂണിലാണ് വരുന്നത്, ഈ വർഷം മാത്രം നേരത്തെ വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അങ്ങനെ വന്നുകൊണ്ട് തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് SLC +2 പോലെ ഒരുപാട് വെബ്സൈറ്റുകളിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല. പകരം കേരള results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ ഫലപ്രസിദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ തിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഇനിയും കാണുക. ഇനിയും എന്നിട്ട് നിങ്ങൾക്ക് സംശയം അറിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.